കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപമായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. 14 മൈലിന് സമീപമുള്ള ഒരു വീട്ടിലേക്ക് സിയാദ് എന്ന ഒരു വ്യക്തി അന്നത്തെ തന്റെ മീൻ കച്ചവടമൊക്കെ പൂർത്തിയാക്കി വൈകുന്നേരം ഏകദേശം 7:30 മണിയോടുകൂടി എത്തിയ സമയത്തായിരുന്നു ഭാര്യ സലീന വീടിന് പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. സംശയം തോന്നിയ ഭർത്താവ് വീടിന്റെ മുൻഭാഗത്തെ വാതിലിൽ തള്ളി നോക്കിയപ്പോൾ അത് അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായ നിമിഷത്തിൽ തന്നെ വീടിന്റെ പിൻഭാഗത്തേക്ക് എത്തിയപ്പോഴായിരുന്നു അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് സിയാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുറന്നു കിടക്കുന്ന അടുക്കളയിലേക്ക് കയറാൻ സിയാദ് ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആ നിമിഷത്തിലായിരുന്നു സിയാദിന്റെ കൺകോണിലൂടെ അയാൾ നടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. മുറ്റത്ത് അടുക്കളയോട് ചേർന്നുള്ള വശത്ത് സിയാദിന്റെ ഭാര്യ അസ്വാഭാവികമായ നിലയിൽ രക്തത്തിൽ കുളിച്ച് മലർന്നു കിടക്കുന്നു. ധരിച്ചിരുന്ന നൈറ്റി വസ്ത്രത്തിന്റെ മുൻഭാഗം മുഴുവൻ അറുത്തെടുത്ത നിലയിലാണ്. ഒരു മാറിടത്തിന്റെ ഭാഗം അറുത്തെടുത്തിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് സിയാദ് റോഡിലേക്ക് ഇറങ്ങിയോടി. സിയാദിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള അയൽവാസികളൊക്കെ ആ വീട്ടിലേക്ക് ഓടി വന്നു. സിയാദിന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയ നാട്ടുകാരും നടുക്കുന്ന ആ കാഴ്ച കണ്ടു. അവിടെ സിയാദിന്റെ ഭാര്യ അഡ്വക്കേറ്റ് സെലീന രക്തത്തിൽ കുളിച്ച് അസ്വാഭാവികമായ നിലയിൽ കിടക്കുകയാണ്. നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും SI ഉൾപ്പെടുന്ന സംഘം സിയാദിന്റെ വീട്ടിലേക്ക് എത്തി. സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് സംഘത്തിന് പോലും ഒരു നോട്ടം മാത്രമേ ആ ശരീരത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. സെലീനയുടെ കഴുത്തും മാറിടത്തിന്റെ ഭാഗങ്ങളും വെട്ടിമുറിച്ചിരിക്കുകയാണ്. ഇടത് മാറിടം പൂർണ്ണമായും അറുത്തുമാറ്റിയ നിലയിലാണ്. സെലീനയുടെ അടുത്തെത്തി പോലീസ് സംഘം പരിശോധന നടത്തിയപ്പോൾ അവരുടെ കഴുത്ത് പൂർണ്ണമായും വെട്ടിമുറിച്ച് ശരീരത്തിൽ നിന്നും മാറ്റിയിരിക്കുകയാണെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി. SI ഉൾപ്പെടുന്ന സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി. കേട്ടുകേഴ്വിയില്ലാത്തൊരു കാഴ്ചയാണ് പോലീസ് സംഘവും നാട്ടുകാരും അവിടെ കാണുന്നത്. വൈകാതെ തന്നെ ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് സംഘത്തെയും സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ഒരു ഭാഗത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്തു. അവിടെ കൂടി നിൽക്കുന്ന അയൽവാസികളോടൊക്കെ പോലീസ് സംഘം പലതും ചോദിച്ചു തുടങ്ങി. ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ സെലീനയെ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വളരെ നന്നായി അറിയാം. അതിനു പുറമെ ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസിലും സെലീന ഇടപെടാറുണ്ട്. തിന്മയ്ക്കെതിരെ സ്വാഭാവികമായും ആ സ്ത്രീ പ്രവർത്തിക്കുമ്പോൾ അവരോട് വൈരാഗ്യമുള്ള വ്യക്തികൾ ഒരുപക്ഷെ ആ സ്ത്രീയെ അപായപ്പെടുത്തിയതായിരിക്കുമോ എന്ന് പോലീസ് സംഘം സംശയിച്ചു. അങ്ങനെയൊരു സംശയം തോന്നിയ പോലീസ് സംഘം സെലീന ഇടപെട്ടിട്ടുള്ള മുഴുവൻ കേസുകളുടെയും റിപ്പോർട്ടുകൾ ഉടനടി എടുപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് പിന്നീട് ലോക്കൽ പോലീസിന് നൽകിയത്. സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ സെലീനയുടെ അതിക്രൂര കൊലപാതകത്തിൽ അതിവേഗത്തിലുള്ള ഇടപെടലാണ് പോലീസ് സംഘം നടത്തിയത്. സെലീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സിയാദിനോടും അയൽവാസികളോടുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ഭർത്താവ് സിയാദ് ചില കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചത്. സെലീനയ്ക്ക് ഏതാനും നാളുകൾക്ക് മുൻപ് അവരുടെ വീടിനോട് ചേർന്ന് എതിർഭാഗത്തായി കച്ചവടം നടത്തുന്ന ഒരു കടക്കാരനുമായി ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. സെലീനയുടെ വീടിന് നേരെ കല്ലേറുണ്ടായ സമയത്താണ് ആ പ്രശ്നമുണ്ടായത്. കല്ലേറ് നടത്തിയത് എതിർവശത്ത് സ്പൈസസ് കട നടത്തുന്ന വ്യക്തി തന്നെയാണെന്ന് സെലീന കേസ് ഫയൽ ചെയ്തതിനെ തുടർന്നാണ് കടക്കാരനും സെലീനയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തിന്മ എവിടെ കണ്ടാലും ചോദ്യം ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സംശയം കൂടി ഭർത്താവ് പോലീസിനെ അറിയിച്ചു. അയൽവാസികളും ആ കാര്യം തന്നെയാണ് പോലീസിനെ അറിയിച്ചത്. ഒരുപാട് ശത്രുക്കളുള്ള സെലീന യഥാർത്ഥത്തിൽ ആരുടെ കൈകളാലാണ് അവസാനിച്ചതെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം. പരാതി ലഭിച്ച ഉടൻ തന്നെ സ്പൈസസ് കട നടത്തുന്ന വ്യക്തിയെ പോലീസ് സംഘം സംശയമുനയിലാക്കുകയും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. എന്നാൽ കടക്കാരനാകട്ടെ തന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായി കടയുടെ മുൻഭാഗത്ത് തന്നെ ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. സെലീനയുടെ വീടിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ആ CCTV സ്ഥാപിച്ചിട്ടുള്ളത്. സെലീനയുടെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങളുമായി തന്നെ ബന്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ കടക്കാരൻ CCTV ആ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ആ CCTV ക്യാമറകൾ എന്തായാലും ആ പകലത്തെയും രാത്രിയിലത്തെയും ദൃശ്യങ്ങൾ പകർത്തിയെടുത്തിട്ടുണ്ടാകണം. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു തുടങ്ങി. അന്ന് വൈകുന്നേരം സെലീനയുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നതിന്റെ വിഷ്വൽസ് CCTVയിൽ കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ സെലീനയുടെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുന്നതും തിരികെ വീടിന്റെ മുൻവശത്തേക്ക് വരുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ അതേ ചെറുപ്പക്കാരൻ വീണ്ടും സെലീനയുടെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുന്നതും തിരികെ എത്തുന്നതുമായ ഒരു വിഷ്വൽ കൂടി പോലീസ് സംഘത്തിന് കിട്ടി. 2 തവണ അതേ ചെറുപ്പക്കാരൻ സെലീനയുടെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോവുകയും തിരികെ വീടിന്റെ മുൻവശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകുമ്പോൾ അവന്റെ കയ്യിൽ തുണി കൊണ്ടുള്ള ഒരു പൊതി ഇരിക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ CCTV വിഷ്വൽസ് കണ്ട് സംശയം തോന്നിയ പോലീസ് സംഘം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ സിയാദിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയും ആ CCTV വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വിഷ്വൽസ് വിശദമായി നോക്കിയ ശേഷം ആ വ്യക്തിയെ തനിക്ക് അറിയാമെന്ന് സിയാദ് പോലീസുകാരെ അറിയിച്ചു. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ചെറുപ്പക്കാരൻ ഗിരീഷ് എന്ന വ്യക്തിയാണെന്ന് സിയാദ് പോലീസിനെ അറിയിച്ചു. സിയാദ് നേരത്തെ അടിമാലി സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് സെലീനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസ് പരാതി സ്വീകരിച്ചതിന്റെ ഭാഗമായി സെലീനയെ അന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് ഭാര്യ സെലീനയ്ക്കൊപ്പം താനും ഉണ്ടായിരുന്നു എന്നും അന്നാണ് ഗിരീഷിനെ അവിടെ വെച്ച് കാണുന്നതെന്നും സിയാദ് പോലീസിനെ അറിയിച്ചു. ഗിരീഷ് എന്ന ചെറുപ്പക്കാരന് സെലീന കുറച്ച് പണം നൽകാനുണ്ടായിരുന്നു. ആ പണം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗിരീഷ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു.
പണം തിരികെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിയാദ് തന്റെ കാറ് ഗിരീഷിന് നൽകിയിരുന്നു എന്നും സിയാദ് പോലീസിനെ അറിയിച്ചു. എന്നിരുന്നാലും സിയാദിന്റെ മൊഴിയിൽ നിന്നും പോലീസ് സംഘത്തിന് സംശയിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ വീണു കിട്ടിയിരിക്കുകയാണ്. അടിമാലി സ്റ്റേഷനിൽ ഗിരീഷിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗിരീഷിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പോലീസ് സംഘത്തിന് അധിക സമയം വേണ്ടി വന്നില്ല. അങ്ങനെയാണ് പോലീസ് സംഘം തൊടുപുഴയിലുള്ള ഗിരീഷിന്റെ വീട്ടിലെത്തിയത്. പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ ഗിരീഷ് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടിട്ടും ഗിരീഷിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ ആ ചോദ്യത്തിന് മറുപടിയായി ഗിരീഷ് ഞെട്ടിക്കുന്ന ഒരു ഉത്തരമാണ് പറഞ്ഞത്. ഗിരീഷ് പറഞ്ഞ ഉത്തരത്തിന്റെ ഭാഗമായി പോലീസ് സംഘം ഗിരീഷിന്റെ വീട് മുഴുവൻ സെർച്ച് നടത്തുകയും ചെയ്തു. സെർച്ച് നടത്തുന്നതിനിടയിലായിരുന്നു മുറിക്കുള്ളിലെ മേശയുടെ മുകളിലായി ഒരു തുണിക്കെട്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനവും ഗിരീഷുമായി പോലീസ് സംഘം അതിവേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഗിരീഷുമായി SI ഉൾപ്പെടുന്ന സംഘം സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ SP ഉൾപ്പെടുന്ന സംഘം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നാടിനെ മുഴുവൻ പിടിച്ചുകുലുക്കിയ കൊലപാതകം നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതിനോടകം തന്നെ പോലീസ് സംഘം ഒരു വ്യക്തിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഗിരീഷിനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടങ്ങി. വൈകാതെ തന്നെ താനും അഡ്വക്കേറ്റുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗിരീഷ് പോലീസിനോട് പറഞ്ഞു തുടങ്ങി. ഗിരീഷ് ടൗണിൽ ഒരു കട നടത്തുകയായിരുന്നു. കടയിലെ ജീവനക്കാരിയുമായി ഗിരീഷിന് വളരെ അടുത്ത അടുപ്പവും ഉണ്ടായിരുന്നു. ആ അടുപ്പം മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഒരു ദിവസം സെലീന എന്ന അഡ്വക്കേറ്റ് ഗിരീഷിനെ വിളിച്ച് ആ ജീവനക്കാരി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയിക്കുന്നത്. ആ പെൺകുട്ടിയെ ഗിരീഷ് വിവാഹം ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായും കേസ് കോടതിയിൽ എത്തിക്കുമെന്നായിരുന്നു അഡ്വക്കേറ്റ് സെലീന ഗിരീഷിനെ അറിയിച്ചത്. അത് മാത്രവുമല്ല, ആ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരത്തിന് പണം നൽകുകയും കേസിന്റെ മറ്റ് നൂലാമാലകൾക്കായി പണം ചിലവാക്കുകയും ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് സെലീന ഗിരീഷിനെ അറിയിച്ചു. സെലീന പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആകെ കുഴങ്ങിപ്പോയ ഗിരീഷ് പല സ്ഥലങ്ങളിൽ നിന്നും പലരോടുമായി 1,80,000 രൂപ വരെ കടം വാങ്ങുകയും ആ പണം സെലീനയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഗിരീഷ് ആ പെൺകുട്ടിയുമായി സംസാരിച്ച് രമ്യതയിലെത്തുകയും ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി ആ പെൺകുട്ടി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഗിരീഷിനോട് നടത്തിയത്. ഗിരീഷിന്റെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങണമെന്ന് താൻ ഒരിക്കലും സെലീനയോട് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ആ യുവതി തന്റെ ഭർത്താവായ ഗിരീഷിനെ അറിയിച്ചത്. ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗിരീഷ് അഡ്വക്കേറ്റ് സെലീനയെ ചെന്ന് കാണുകയും ആ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ പണം പല ഘട്ടങ്ങളിലായിരുന്നു ഗിരീഷിന്റെ കയ്യിൽ നിന്നും സെലീന വാങ്ങിയത്. ഗിരീഷ് ആ പണം തിരികെ ചോദിക്കാൻ എത്തിയപ്പോഴേക്കും സെലീനയുടെ കയ്യിൽ നിന്നും ആ പണമൊക്കെ ചിലവായി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സെലീന പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി സ്റ്റേഷനിൽ ഗിരീഷ് ഒരു പരാതി നൽകിയത്. കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടുകൂടി സിയാദ് താൻ വാങ്ങിയ വാഹനം ഗിരീഷിന് നൽകാമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സമ്മതിക്കുകയും ഗിരീഷിന് കാറ് കൈമാറുകയും ചെയ്തു. സിയാദ് പുതിയതായി വാങ്ങിയ കാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ അടവുകളൊന്നും തന്നെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഗിരീഷിന് നൽകാനുള്ള പണത്തിന് പകരമായി ആ അടവുകൾ താൻ അടച്ചുകൊള്ളാമെന്ന് ഏറ്റതിന് ശേഷമായിരുന്നു സിയാദ് വാഹനം ഗിരീഷിന് നൽകിയത്. എന്നാൽ അടവുകളൊന്നും അടയ്ക്കാതായതോടുകൂടി ആ ബാധ്യതയും ഗിരീഷിന്റെ തലയിലായി. സെലീന നൽകാനുള്ള പണമായ 1,80,000 രൂപ സെലീനയുടെ ഭർത്താവ് സിയാദ് കാറിന്റെ അടവായി അടയ്ക്കുന്നതോടുകൂടി ആ അടവ് പൂർത്തിയായ ശേഷം കാറിന്റെ ബാക്കി അടയ്ക്കാനുള്ള അടവ് താൻ തന്നെ അടച്ചുകൊള്ളാമെന്നായിരുന്നു ഗിരീഷ് വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ സെലീനയും സിയാദും ഒരടവ് പോലും അടയ്ക്കാതെ വന്നതോടുകൂടി കാറിന് വായ്പ കൊടുത്ത സംഘം ഗിരീഷിന്റെ കയ്യിൽ നിന്നും കാർ കൈവശപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ഗിരീഷ് വീണ്ടും പരാതിയുമായി അടിമാലി സ്റ്റേഷനിലേക്ക് എത്തിയതും സ്റ്റേഷനിലേക്ക് സിയാദിനെയും സെലീനയെയും പോലീസ് സംഘം വീണ്ടും വിളിച്ചു വരുത്തിയതും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ട് കൂട്ടരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തുകയും എത്രയും വേഗം ഗിരീഷിന്റെ പണം നൽകി തീർക്കാമെന്ന് സിയാദ് സെലീനയെ സമ്മതിക്കുകയും ചെയ്തു. അവരിരുവരും പണം നൽകാമെന്ന് സമ്മതിച്ചെങ്കിൽ പോലും പണം തിരികെ നൽകാൻ സിയാദിനും സെലീനയ്ക്കും കഴിഞ്ഞതുമില്ല. ഇതിനിടയിൽ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും സെലീന ഗിരീഷിന് പണം നൽകിയില്ല. ഗിരീഷിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും അടുത്തു. അതുകൊണ്ട് തന്നെ ധാരാളം പണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഗിരീഷ് ആകെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. ഏതു വിധേനയും പണം സെലീനയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു അന്നേ ദിവസം വൈകുന്നേരം ഗിരീഷ് സെലീനയുടെ വീട്ടിലെത്തിയത്. സെലീനയുടെ വീടിന്റെ മുൻഭാഗത്ത് ഗിരീഷ് എത്തിയപ്പോഴായിരുന്നു വീടിന്റെ പ്രധാന വാതിൽ അടഞ്ഞുകിടക്കുന്ന കാഴ്ച കണ്ടത്. അവിടെ ആരും ഉണ്ടാകില്ല എന്ന് കരുതി ഗിരീഷ് തിരികെ പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു വീടിന്റെ പിൻഭാഗത്തു നിന്നും ആരോ തുണി കഴുകുന്ന ശബ്ദം ഗിരീഷ് കേട്ടത്. അങ്ങനെയാണ് വീടിന്റെ പിൻഭാഗത്തേക്ക് ഗിരീഷ് എത്തിയത്. ഈ സമയത്ത് സെലീന വീടിന്റെ പിൻഭാഗത്ത് നിന്ന് തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗിരീഷിനെ പതിവില്ലാതെ അവിടെ കണ്ടപ്പോൾ തന്നെ സെലീനയ്ക്ക് കാര്യം വ്യക്തമായി. ഗിരീഷും സെലീനയും തമ്മിൽ പണത്തെ ചൊല്ലി വാക്കുതർക്കവും ഉണ്ടായി. എത്രയും വേഗം പണം തിരികെ നൽകിയില്ല എങ്കിൽ താൻ വീണ്ടും പോലീസിനെ സമീപിക്കുമെന്ന് ഗിരീഷ് സെലീനയെ അറിയിച്ചു. ഗിരീഷ് പോലീസിൽ പരാതിപ്പെട്ടാലും തനിക്കൊന്നുമില്ല എന്ന് അഡ്വക്കേറ്റ് സെലീന തീർത്തു പറഞ്ഞു. ഇതോടുകൂടി ദേഷ്യം വന്ന ഗിരീഷ് സെലീനയെ അടിക്കുന്നതിനു വേണ്ടി മുൻപോട്ടാഞ്ഞ സമയത്തായിരുന്നു അവിടെയുണ്ടായിരുന്ന ഒരു കത്തി സെലീന കൈവശപ്പെടുത്തുകയും ഗിരീഷിനെ കുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്ന ഗിരീഷ് ഒരു ബലപ്രയോഗത്തിലൂടെ സെലീനയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങുകയും സെലീനയെ ആഞ്ഞു വെട്ടുകയും ചെയ്തു. ആ വെട്ട് സെലീനയുടെ കഴുത്തിൽ തന്നെയാണ് കൊണ്ടത്. ഒറ്റ വെട്ടിന് തന്നെ കഴുത്ത് രണ്ടായി പിളർന്ന് സെലീന താഴെ വീണു.
സെലീന വെട്ടേറ്റ് താഴെ വീണെങ്കിലും ഗിരീഷിന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. കുറെ കാലമായി തന്നെ ആ സ്ത്രീ കബളിപ്പിക്കുകയാണല്ലോ എന്നുള്ള ദേഷ്യം മാത്രമായിരുന്നു ഗിരീഷിനുണ്ടായിരുന്നത്. ഗിരീഷ് ആ വീടിന്റെ പിൻഭാഗത്തു നിന്നും വീടിന്റെ മുൻവശത്തേക്ക് പോയി. അങ്ങനെ നടക്കുന്നതിനിടയിലായിരുന്നു ചില കാര്യങ്ങൾ ഗിരീഷിന്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നിയതിനെ തുടർന്നാണ് ഗിരീഷ് വീണ്ടും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തിരികെ എത്തിയത്. സെലീനയുടെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയ ഗിരീഷ് അവിടെ കിടന്ന കത്തി ഉപയോഗിച്ച് സെലീനയുടെ ഇടതു മാറിടം അറുത്തുമാറ്റി. തന്നെ കഴിഞ്ഞ കുറെ അധികം നാളുകളായി കബളിപ്പിക്കുകയും തനിക്കെതിരെ കേസ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള സെലീന എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. സെലീനയുടെ മരണം ഉറപ്പിച്ച ശേഷവും ഗിരീഷിന് അവരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം തോന്നി. അങ്ങനെയായിരുന്നു അവിടെ കിടന്ന കത്തി ഉപയോഗിച്ച് സെലീനയുടെ ഇടതു മാറിടം ഗിരീഷ് അറുത്തെടുത്തത്. സെലീന ധരിച്ചിരുന്ന നൈറ്റിയുടെ ഭാഗം തന്നെ കീറിയെടുത്ത് ആ മാറിടം അതിലേക്ക് പൊതിയുകയും ചെയ്തു. പിന്നീട് അധിക സമയം അവിടെ നിൽക്കാതെ ആ തുണിക്കെട്ടുമായി ഗിരീഷ് വീടിന്റെ മുൻഭാഗത്ത് കൂടി തന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. അങ്ങനെയാണ് സെലീനയുടെ വീടിന്റെ മുൻഭാഗത്ത് സ്പൈസസ് കട നടത്തുന്ന വ്യക്തിയുടെ CCTV വിഷ്വലിൽ 2 തവണ ഗിരീഷിന്റെ ചിത്രം പതിഞ്ഞത്. വീട്ടിലെത്തിയ ഗിരീഷ് ആ തുണിക്കെട്ട് തന്റെ മുറിക്കകത്തെ മേശയുടെ മുകളിൽ തന്നെ വെച്ചു. പിന്നീട് ഭ്രാന്തമായ അവസ്ഥയിൽ മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘം ഗിരീഷിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഗിരീഷ് ഇത്തരത്തിൽ ഒരു തുണിക്കെട്ടുമായി വീട്ടിലേക്ക് വന്നതോ മുറിക്കുള്ളിലൂടെ നടക്കുന്ന കാര്യമോ ഒന്നും ഗിരീഷിന്റെ ഭാര്യ ശ്രദ്ധിച്ചതുമില്ലായിരുന്നു. പോലീസ് സംഘം ഗിരീഷിന്റെ വീട്ടിലെത്തി വീടിനകമൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ തുണിക്കെട്ട് കണ്ടെത്തുകയും അവിടെ നിന്നും ഗിരീഷുമായി പുറത്തേക്കിറങ്ങുകയും ചെയ്ത സമയത്താണ് അങ്ങനെ ഒരു തുണിക്കെട്ട് ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം വീട്ടിലുള്ള ആളുകൾ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഗിരീഷ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഗിരീഷിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ഗിരീഷും തന്റെ കടയിലെ ജീവനക്കാരിയും തമ്മിലുള്ള ബന്ധം വളരെ കുഴപ്പമില്ലാതെ പോകുന്നതിനിടയിലായിരുന്നു സെലീന അതിന്റെ ഇടയിൽ കയറി ഇടപെട്ടത്. ആ ബന്ധത്തിൽ കയറി ഇടപെട്ട സെലീന ആ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് പണമിടപാട് നടത്തുകയും ചെയ്തു. ധാരാളം പണം ആ പെൺകുട്ടി അറിയാതെ തന്നെ സെലീന ഗിരീഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷമാണ് ആ പെൺകുട്ടി പോലും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. തന്റെ ഭാര്യയായ പെൺകുട്ടി അറിയാതെ തന്നെ സെലീന ഭീഷണിപ്പെടുത്തി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണെന്ന് പിന്നീടാണ് ഗിരീഷ് അറിഞ്ഞത്. അന്നു മുതൽ സെലീനയോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമായിരുന്നു ഗിരീഷിനുണ്ടായിരുന്നത്. കേസ് പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും പണം നൽകാമെന്ന് സെലീനയും ഭർത്താവും ഗിരീഷിനെ അറിയിച്ചെങ്കിൽ പോലും പിന്നീട് കാറ് നൽകി ഗിരീഷിനെ വീണ്ടും ആ ദമ്പതികൾ കബളിപ്പിക്കുകയായിരുന്നു. പറ്റിപ്പിന്റെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ സെലീനയോട് ഗിരീഷിനുണ്ടായിരുന്ന ദേഷ്യം വലിയ വൈരാഗ്യമായി മാറുകയായിരുന്നു. പിന്നീട് തന്റെ ഭാര്യയ്ക്ക് ആശുപത്രി ചിലവുകൾക്ക് പണം എത്രയും വേഗം തിരികെ വേണമെന്ന് ഗിരീഷ് ആവശ്യപ്പെട്ടെങ്കിലും സെലീന അതൊക്കെ നിരസിക്കുകയായിരുന്നു. ആ സ്ത്രീയോടുള്ള തീർത്താൽ തീരാത്ത വൈരാഗ്യത്തിന്റെ പുറത്താണ് താൻ അവരുടെ മാറിടം മുറിച്ചെടുത്തതെന്ന് ഗിരീഷ് പറഞ്ഞപ്പോൾ പോലീസ് സംഘം പോലും ആകെ അമ്പരന്നുപോയി. ഇത്തരത്തിലുള്ള ഒരു കേസ് പോലീസ് സംഘം ഇതിനു മുൻപ് കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടായിരുന്നില്ല. സെലീനയുടെ മരണം റിപ്പോർട്ട് ചെയ്ത് 12 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം പ്രതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ദൃക്സാക്ഷികളെക്കാൾ വിലപ്പെട്ട ഒരു CCTV അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പോലീസ് സംഘത്തിന് പ്രതിയിലേക്ക് അതിവേഗം എത്താൻ കഴിഞ്ഞത്. എന്നാൽ കൊലപാതകം നടത്തുന്നതിനിടയിൽ അവിടെ ആളുകളുണ്ടോ CCTV ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഗിരീഷ് ശ്രദ്ധ കൊടുക്കുകയേ ചെയ്തിരുന്നില്ല. ഹോസ്പിറ്റൽ ചിലവുകൾ നടത്തുന്നതിനായി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം സെലീന എത്രയും വേഗം തിരികെ നൽകണമെന്ന് ഗിരീഷ് ആവശ്യപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായുള്ള സെലീനയുടെ പ്രതികരണമായിരുന്നു ഗിരീഷിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ഏത് വിധേനയും പണം വാങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ യഥാർത്ഥത്തിൽ ഗിരീഷിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി സെലീന കയ്യിലേക്കെടുക്കുകയും ഗിരീഷിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊരു കത്തി അപ്രതീക്ഷിതമായി ഗിരീഷിന്റെ കയ്യിലെത്തിയതും ഒടുവിൽ അവിടെ ഒരു കൊലപാതകം നടന്നതും. ചായ്പിന്റെ ഭാഗത്ത് കിടന്ന കത്തി സെലീന എടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് താൻ കടക്കുകയില്ലായിരുന്നു എന്ന് ഗിരീഷ് പോലീസുകാരെ അറിയിച്ചു. ഗിരീഷിന്റെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഗിരീഷുമായി തെളിവെടുപ്പിന് സെലീനയുടെ വീട്ടിലേക്ക് എത്തി. ഗിരീഷാണ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഒരു ഞെട്ടലോടുകൂടിയാണ് ഭർത്താവ് സിയാദ് തിരിച്ചറിഞ്ഞത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പോലീസ് സംഘം ഗിരീഷിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ആ പരിസരത്തു നിന്ന് തന്നെ പോലീസ് സംഘം ഗിരീഷിനെ കൊണ്ട് കണ്ടെടുപ്പിച്ചു. എല്ലാ തെളിവുകളോടും കൂടിയാണ് പോലീസ് സംഘം ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൊലപാതകം സംഭവിച്ച് 12 മണിക്കൂറിനകം തന്നെ പ്രതിയിലേക്ക് എത്തിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു. തൊടുപുഴ സെഷൻസ് കോർട്ടിൽ വിചാരണ ആരംഭിച്ച സാഹചര്യത്തിൽ പ്രതി ഗിരീഷിന് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് ഉടൻ തന്നെ അറിയാൻ കഴിയും.